വെൽക്കം ടു PSC Focus. വൈകുണ്ഠസ്വാമികൾ 1809 മുതൽ 1851 വരെ. ജനനം 1809 മാർച്ച് 12, 984 മീനം 1. ജന്മസ്ഥലം സ്വാമിത്തോപ്പ് അഥവാ കന്യാകുമാരിയിലെ ശാസ്താംകോയിൽ, നാഗർകോവിൽ. പിതാവ് പൊന്നുനാടാർ, മാതാവ് വേലാൾ അമ്മ, പത്നി തിരുമാലമ്മാൾ. ബാല്യകാല നാമം മുടിചൂടും പെരുമാൾ മുത്തുകുട്ടി. മരണം 1851 ജൂൺ 3, 2026 ഇടവം 22. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമിയെ സ്വാധീനിച്ച പ്രശസ്തമായ കൃതി തിരുക്കുറൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ പൂവന്തർതോപ്പിൽ വെച്ച് തന്റെ യുഗതപസ് ആരംഭിച്ച വർഷം 1833. ഇതിനുശേഷമാണ് വൈകുണ്ഠസ്വാമി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. വൈകുണ്ഠസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം തിരുച്ചെന്തൂർ 1833. പരിഷ്കാരങ്ങൾ. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ അഥവാ നാടാർ സമൂഹങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ. തൂവയിൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി ഐക്യവ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി നിലകൊണ്ട് നവോത്ഥാന നായകൻ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ഉഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് ഐക്യത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ് കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. മേൽമുണ്ട് ധരിക്കാൻ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. നിശാപാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കി. സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ സ്വാമി കിണർ നിർമ്മിച്ചു. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിന്റെ കയർ പരസ്യമായി വലിച്ച് ആചാരം ലംഘിച്ച നേതാവ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി. Thank you for watching the video.